9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി 5th ചാപ്റ്റർ ആസിഡ്സ് ബേസസ് സോൾട്സ് അതിലെ 5ാമത്തെ വീഡിയോ ആണിത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് pH വാല്യൂ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് ആസിഡ്സ് എന്താന്ന് പറഞ്ഞു, ബേസസ് ആൽക്കലി എന്താന്ന് പറഞ്ഞു, അവിടെ രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. അത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടു. ദെൻ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കണ്ടു. ആസിഡും ആൽക്കലിയും തമ്മിൽ റിയാക്ട് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് നള്ളിഫൈ ചെയ്യുന്ന റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് pH വാല്യൂ. അപ്പോൾ എന്താണ് pH വാല്യൂ എന്ന് നോക്കാം. ഒരു സബ്സ്റ്റൻസ് തന്നാല് നമുക്കൊരു സബ്സ്റ്റൻസ് കണ്ടാൽ അത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാല്യൂ ആണ് pH വാല്യൂ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ നമുക്ക് അതിന് വിശദമായിട്ട് പഠിക്കുന്നതിന് മുന്നേ ഒരു എക്സ്പെരിമെന്റ് നോക്കാം. 3 ടെസ്റ്റ് ട്യൂബ് എടുക്കാം. 3 ടെസ്റ്റ് ട്യൂബ്. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കാം. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദെൻ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെൻ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മുടെ വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ കേട്ടോ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി എല്ലാം കളഞ്ഞിട്ട് പ്യൂറായിട്ടുള്ള വാട്ടർ. ഈ 3 സൊല്യൂഷന്റെയും നേച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. അതായത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് വെക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ നേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നാമത്തേൽ നമ്മൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു, രണ്ടാമത്തേൽ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തു, മൂന്നാമത്തേൽ വാട്ടർ എടുത്തു. അപ്പോൾ ഇതിന്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നോക്കും അല്ലേ. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തിട്ട് എന്താണ് നേച്ചർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാമല്ലോ. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും ഡിപ്പ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാലോ. ഇത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെന്ന് വിചാരിക്കാം. ശരിക്കും ലിറ്റ്മസ് പേപ്പർ അല്ല കേട്ടോ. ഞാനിത് ക്രയോൺസ് വെച്ച് കളർ ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ കളർ ചേഞ്ച് ശരിക്കും എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഞാനൊരു ഡെമോ പോലെ ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന്. അപ്പൊ നോക്കിയേ, ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്യുന്നു എന്ന് കരുതുക. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ എടുത്തിട്ടുള്ള ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ. അപ്പോൾ ഇതിനകത്തേക്ക് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്തു. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇതിനകത്തേക്ക് ഡിപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആസിഡിലേക്ക് ഡിപ്പ് ചെയ്തപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറി. റെഡ് ആയിട്ട് മാറി അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ലിറ്റ്മസ് ആയിട്ട് മാറുവാണെങ്കിൽ അതെന്താണ്? അതെന്ത് നേച്ചറാണ്? ആസിഡ് ആണ് അല്ലെ. അപ്പൊ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവുകയാണെങ്കിൽ അതെന്താണ്? ആസിഡ് ആണ്. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ ഇതിൽ ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്നാലും ഡിപ്പ് ചെയ്ത് നോക്കാം. റെഡ് ലിറ്റ്മസ് പേപ്പർ അതിന് നോ ചേഞ്ച് ആണ്. റെഡ് ലിറ്റ്മസ് പേപ്പറിന് ചേഞ്ച് ഉണ്ടായില്ല. റെഡ് ലിറ്റ്മസ് പേപ്പറിന് നോ ചേഞ്ച്. ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ എടുത്തത് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ. സോഡിയം ഹൈഡ്രോക്സൈഡിലും ഒരു ബ്ലൂ ലിറ്റ്മസ് ആദ്യം നമ്മൾ ഡിപ്പ് ചെയ്ത് നോക്കുന്നു. ബ്ലൂ ലിറ്റ്മസ് ഡിപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് ചേഞ്ച് ഒന്നുമില്ല. ബ്ലൂ ലിറ്റ്മസ് ഒരു ചേഞ്ചും കാണിക്കുന്നില്ല. നോ ചേഞ്ച്. ദെൻ അടുത്ത എന്ത് ചെയ്യും? റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ റെഡ് ലിറ്റ്മസ് NaOH സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യുമ്പോൾ ആ ഡിപ്പ് ചെയ്യുന്ന ഭാഗം എന്ത് കളറായിട്ട് മാറും? ബ്ലൂ കളറായിട്ട് മാറും. നമുക്കറിയാം, റെഡ് ലിറ്റ്മസ് ബ്ലൂ കളറായിട്ട് മാറുകയാണെങ്കിൽ അതെന്താണ്? ഇവിടെ റെഡ് ലിറ്റ്മസ് ബ്ലൂ കളറായിട്ട് മാറുകയാണെങ്കിൽ അത് ആൽക്കലൈൻ നേച്ചർ അല്ലേ. ആൽക്കലൈൻ. മറ്റെന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അസിഡിക്. അടുത്ത വാട്ടറിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുവാണ്. വാട്ടറിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താൽ നോ ചേഞ്ച്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നോ ചേഞ്ച് ആണ്. റെഡ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിലോ, റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുമ്പോഴും നോ ചേഞ്ച് ആണ്. അപ്പോൾ ബ്ലൂ ആണെങ്കിലും റെഡ് ആണെങ്കിലും ലിറ്റ്മസ് പേപ്പറിന് വാട്ടറിലാണെങ്കിൽ നോ ചേഞ്ച്. കാരണം എന്താ? വാട്ടർ ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്, നമുക്കറിയാം. വാട്ടർ ആസിഡുമല്ല ആൽക്കലിയുമല്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഡിപ്പ് ചെയ്ത് കാണിച്ച് കളർ ചെയ്ത് കാണിച്ചത് കേട്ടോ, ഓർത്തിരിക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ആദ്യത്തെ HCl അസിഡിക്കാന്ന് കണ്ടു. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡായി മാറി. റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്തപ്പോൾ ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. സോഡിയം ഹൈഡ്രോക്സൈഡിലാണെങ്കിലോ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് നോ ചേഞ്ച് ആയിരുന്നു. റെഡ് ബ്ലൂ ആയിട്ട് മാറി. അപ്പോൾ അത് ആൽക്കലൈൻ നേച്ചറാണ്. ദെൻ വാട്ടറിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനോ റെഡ് ലിറ്റ്മസ് പേപ്പറിനോ യാതൊരു ചേഞ്ചും ഉണ്ടായില്ല. അപ്പോൾ അതൊരു ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ഇനി ഇതിനകത്തേക്ക് 1-2 ഡ്രോപ്സ് ഫിനോൾഫ്തലീൻ ആഡ് ചെയ്യുക. ഫിനോൾഫ്തലീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതൊരു ഇൻഡിക്കേറ്റർ ആണ്. ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ അതിനെന്ത് മാറ്റമാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്ററിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്.
ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആസിഡ് ആണോ ബേസ് ആണോ നോക്കാം. നമുക്ക് ആദ്യം HCl അത് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഡ് ചെയ്യാം. ഫിനോൾഫ്തലീൻ എന്ന് പറയുന്നത് കളർലെസ് സൊല്യൂഷൻ ആണ് കേട്ടോ, കളർ ഇല്ലാത്തതാണ്. ഫിനോൾഫ്തലീൻ ആസിഡിലേക്ക് ആഡ് ചെയ്തു, ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ആഡ് ചെയ്ത് നോക്കിയപ്പോൾ നോ ചേഞ്ച്, ഒരു ചേഞ്ചും ഉണ്ടായില്ല. ദെൻ ഈ ഫിനോൾഫ്തലീൻ തന്നെ NaOHലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുന്ന സമയത്ത് NaOH സൊല്യൂഷൻ ടേൺസ് പിങ്ക്. NaOH സൊല്യൂഷൻ പിങ്ക് ആയിട്ട് മാറി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, പിങ്ക് ആയിട്ട് മാറുന്നത് ഏത് നേച്ചറാണ്? ആൽക്കലൈൻ നേച്ചറാണ്. നമ്മൾ നേരത്തെ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നോക്കി വെച്ചതാണ്. ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് ആസിഡിലാണെങ്കിൽ നോ കളർ ഉണ്ടാവില്ല. ഫിനോൾഫ്തലീൻ ആഡ് ചെയ്യുമ്പോൾ ആൽക്കലീൻ ആണ് ഫിനോൾഫ്തലീൻ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് പിങ്ക് കളർ കാണിക്കും. അപ്പോൾ ആസിഡിനെയും ബേസിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ആൽക്കലിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി ഇതേ ഫിനോൾഫ്തലീൻ തന്നെ നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്യുകയാണ്. വാട്ടറിലേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ വാട്ടറിൽ യാതൊരുവിധ ചേഞ്ചും ഉണ്ടാവില്ല. വാട്ടറിൽ സാധാരണ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ചേഞ്ച് കാണിക്കാറില്ല, കാരണം വാട്ടർ ന്യൂട്രൽ സൊല്യൂഷനാണ്, ആസിഡും അല്ല ആൽക്കലിയും അല്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ എക്സ്പെരിമെന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സബ്സ്റ്റൻസിന് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നോക്കി, അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ pH വാല്യൂ അറിയാമെങ്കിൽ അത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഏത് സബ്സ്റ്റൻസിന്റെ ആയാലും. അപ്പോൾ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ നോക്കിക്കേ, ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ എക്സ്പെരിമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് നോക്കി മനസ്സിലാക്കിയാലും മതി. Then ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻസ് ടു ദ എമൗണ്ട് ഓഫ് H+ ions when a little acid is added to water? വാട്ടറിലേക്ക് കുറച്ച് ആസിഡ് ആഡ് ചെയ്യുവാണെങ്കിൽ H+ ions എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും, ഡിക്രീസ് ചെയ്യും? കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞിരുന്നു വിശദമായിട്ട്. ആസിഡിലേക്ക് വാട്ടറിലേക്ക് ആസിഡ് ആഡ് ചെയ്യുന്നതും ആൽക്കലി ആഡ് ചെയ്യുന്നതും. നോക്കിയേ, ഇത് വാട്ടറാണ്. 2 ബീക്കറിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. വാട്ടർ സ്ലൈറ്റ് ആയിട്ട് അയണൈസ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ എന്തുണ്ട്? H+ ions ഉണ്ട്, OH- ions ഉണ്ട്. H+ ionsഉം OH- ionsുമായിട്ടാണ് വാട്ടർ മാറുന്നത്. ഇവിടെയും H+ ions ഉണ്ട്, OH- ions ഉണ്ട് ഓൾറെഡി വാട്ടറിൽ. ഈ വാട്ടറിലേക്ക് ഒരു ആസിഡ് HCl ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ HCl H+ ionsഉം Cl- ionsുമായിട്ട് മാറും. H+ഉം Cl-ഉം. ഈ H+ ഇവിടെ ഓൾറെഡി H+ ഉണ്ട്. അപ്പോൾ ഈ H+ കൂടെ ഇവിടെ വരുമ്പോൾ H+ ionsന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടുന്നത്. H+ ionsന്റെ എണ്ണമാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആസിഡ് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസ് ആണ്. H+ ionsന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ ഇവിടെ ആണെങ്കിൽ നോക്കിയേ, ഇവിടെ ഒരു ആൽക്കലി ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. NaOH ഒരു ആൽക്കലി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ Na+ ionsഉം OH- ionsുമാണ് കിട്ടുന്നത്. ഈ Na+ ഇവിടെ വരും, OH- ions വരും. ഇവിടെ OH- ionsന്റെ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ കൂടുന്നത്. ഈ സൊല്യൂഷനിൽ, അക്യൂ സൊല്യൂഷനിൽ OH- ionsന്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ എമൗണ്ട് ഓഫ് H+ ions when a little acid is added to water? Increases. H+ ions increase ചെയ്യും. Then what happens if alkali is added? അപ്പോൾ അതിന്റെ സ്ഥാനത്ത് ആൽക്കലി ആണ് ആഡ് ചെയ്യുന്നതെങ്കിലോ? നമ്മൾ കണ്ടു, എമൗണ്ട് ഓഫ് OH- increases. OH- ionsന്റെ എമൗണ്ട് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്താണ് pH വാല്യൂ എന്ന് നോക്കാം. Determination of pH value is the scientific method for finding the acidic or alkaline nature of substances. ഇപ്പോൾ pH വാല്യൂ എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് മെത്തേഡാണ്. അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്റ്റൻസ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് നോക്കാനുള്ള ഒരു സയന്റിഫിക് മെത്തേഡാണ് pH വാല്യൂ എന്ന് പറയുന്നത്. pH വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്കത് ആസിഡ് ആണോ ബേസ് ആണോ, അതായത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ pH വാല്യൂ കണ്ടുപിടിക്കുന്ന രീതി, ഈ സ്കെയില് കണ്ടുപിടിച്ചത് സോറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ഡാനിഷ് സയന്റിസ്റ്റ് സോറൻസൺ ഡിവൈസ്ഡ് ദ pH സ്കെയിൽ ഫോർ ദിസ്. ഒരു pH സ്കെയിൽ അദ്ദേഹം കണ്ടുപിടിച്ചു. ദ pH സ്കെയിൽ വാസ് ഡിവൈസ്ഡ് ബേസ്ഡ് ഓൺ ദി H+ ion കോൺസെൻട്രേഷൻ ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ ഈ pH വാല്യൂ എന്ന് പറയുന്നത് സൊല്യൂഷനിലെ H+ ionsന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്കെയിലാണ് pH വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഓർക്കുക, pH എന്ന് പറയുമ്പോൾ ഈ H ഇല്ലേ, അപ്പോൾ അത് സൊല്യൂഷനിലെ H+ ionsന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് pH വാല്യൂ എന്ന് പറയുന്നത്. ഈ pH വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്ന സബ്സ്റ്റൻസ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു.
ഇപ്പോൾ സോറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് കൊണ്ടുവന്നത് ഈ സ്കെയില്. ഇതാണ് 0 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയ ഒരു സ്കെയിലാണ് pH സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ നോക്കിയാൽ 0, 1, 2, 3, 4, 5, 6, 7. 7 എന്ന് പറയുന്ന വാല്യൂ ന്യൂട്രൽ ആണ്. അതായത് 7 pH കാണിക്കുന്ന സബ്സ്റ്റൻസ് ന്യൂട്രൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടർ. നമ്മൾ നേരത്തെ കണ്ടു വാട്ടർ എന്ന് പറയുന്നത് ന്യൂട്രൽ. അപ്പോൾ വാട്ടറിന്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. ആസിഡുമല്ല ആൽക്കലിയുമല്ല, അതാണ് 7 ന്യൂട്രൽ. ഇനി 7ന് താഴെ 0 മുതൽ 7 വരെ വാല്യൂ വരുന്നത് ആസിഡ്. അതായത് pH വാല്യൂ 7നേക്കാളും താഴെയാണെങ്കിൽ ആസിഡ്, മോർ ദാൻ 7 ആണെങ്കിൽ അത് ബേസ്. 7 മുതൽ 14 വരെയുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് ബേസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ലിറ്റ്മസ് പേപ്പറോ ഇൻഡിക്കേറ്ററോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു സബ്സ്റ്റൻസിന്റെ pH അറിയാമെങ്കിൽ നമുക്കത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സ്കെയിൽ നോക്കിയിട്ട് ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ pH വാല്യൂ ഓഫ് എ ന്യൂട്രൽ സൊല്യൂഷൻ? ന്യൂട്രൽ സൊല്യൂഷന്റെ pH വാല്യൂ എന്താണ്? 7. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഹാവിംഗ് pH വാല്യൂ മോർ ദാൻ 7? അപ്പോൾ 7നേക്കാളും കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷന്റെ നേച്ചർ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? ബേസിക് നേച്ചർ. ഞാൻ പറഞ്ഞു 7നേക്കാളും കൂടുതലാണെങ്കിൽ ബേസിക്, 7നേക്കാളും കുറവാണെങ്കിൽ അസിഡിക് നേച്ചർ ആയിരിക്കും. അപ്പോൾ ഇത് ബേസിക്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഹാവിംഗ് pH വാല്യൂ ലെസ് ദാൻ 7? 7നേക്കാളും കുറവാണെങ്കിലോ ആസിഡ്, അസിഡിക് നേച്ചർ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. pH scale is the method used to express the acidic or basic nature of a substance based on the amount of H+ ions present in their aqueous solutions. H+ ionsന്റെ കോൺസെൻട്രേഷൻ aqueous solutionsൽ എത്രമാത്രം H+ ions പ്രസന്റ് ആയിരിക്കുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ് pH സ്കെയിൽ നോക്കുന്നത്, pH വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. On the basis of the pH scale, the pH value of a neutral solution is 7. നമ്മൾ പറഞ്ഞതാണ് ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ അതിന്റെ pH എന്ന് പറയുന്നത് 7 ആയിരിക്കും. The pH value of acid is less than 7. 7നേക്കാളും താഴെയാണെങ്കിൽ അത് അസിഡിക് നേച്ചർ ആണ്, 7നേക്കാളും കൂടുതലാണെങ്കിൽ അത് ബേസിക് നേച്ചർ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇനി 7 മധ്യത്തിൽ വരുന്നതാണ്. 7 വന്നിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് ബേസിക് ആണ്. എപ്പോഴും ഓർക്കുക ബേസിക്. ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത് അസിഡിക്, 7ൽ താഴെ. ഇനി മാറിപ്പോകരുത്, 7 കഴിഞ്ഞിട്ടാണോ ആസിഡ്, 7ന് മുന്നേ ആണോ ബേസ് എന്ന്. അപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, A7B. എ കഴിഞ്ഞിട്ടല്ലേ ആൽഫബറ്റിൽ ബി വരുന്നത്. അപ്പോൾ A7B. എ കഴിഞ്ഞിട്ടാണ് ബി വരുന്നത്. അപ്പോൾ 7 സെൻട്രൽ എഴുതി നമുക്ക് ഓർത്തിരിക്കാമല്ലോ. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. 7 കഴിഞ്ഞ് വരുന്നത്, 7നേക്കാളും കൂടുതൽ വരുന്നത് 14 വരെയുണ്ട്. 7നേക്കാളും കൂടുതൽ വരുന്നത് ബേസിക് ആണ്. 7നേക്കാളും കുറഞ്ഞു വരുന്നത് 0 വരെയുണ്ട്. കുറഞ്ഞു വരുന്നത് അസിഡിക് ആണ്. അപ്പോൾ ഇത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് pH പേപ്പർ, pH സൊല്യൂഷൻ, pH മീറ്റർ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും pH വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ pH പേപ്പർ എന്ന് പറയുന്നത് നോക്കിയേ, ഇങ്ങനെ കളർ ചാർട്ട് പോലെ തരുന്ന ഒരു പേപ്പറാണ് pH പേപ്പർ. ഇനി pH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ ഡ്രോപ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ആ ചാർട്ട് നോക്കിയിട്ട് ഏതാണ് pH വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ pH മീറ്റർ എന്ന് പറയുന്നത് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ pH പേപ്പർ ആണെങ്കിലും pH സൊല്യൂഷൻ ആണെങ്കിലും അതിലേത് കളറാണ് വരുന്നതെന്ന് ഈ കളർ ചാർട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് pH വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. നോക്കിയാൽ ഫൈൻഡ് ദ pH വാല്യൂ ഓഫ് ദി ഫോളോയിങ് സബ്സ്റ്റൻസസ് യൂസിംഗ് ദ pH പേപ്പർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇതിനകത്ത് pH വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കിയേ, നെയിം ഓഫ് സബ്സ്റ്റൻസസ്, കളർ ഓഫ് pH പേപ്പർ, pH പേപ്പറിന്റെ കളർ ഏതാണെന്ന് ചോദിക്കുന്നു, pH വാല്യൂ, ദെൻ ആസിഡ് ആണോ ബേസ് ആണോ നമ്മൾ എഴുതണം. അപ്പോൾ pH വാല്യൂ കണ്ടുപിടിക്കാൻ pH പേപ്പറോ pH സൊല്യൂഷനോ pH മീറ്ററോ ഉപയോഗിക്കാം. pH മീറ്റർ എന്ന് പറഞ്ഞാൽ pH പേപ്പറിനെക്കാളും ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മളിവിടെ താഴെ കാണുന്നുണ്ട്, ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. ഈ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ pH വാല്യൂ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കളർഡ് ചാർട്ടിൽ വരുമ്പോൾ 0 to 14 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആക്യുറസി ഉണ്ട്, പോയിന്റ്, അതായത് 2നും 3ക്കും ഇടയ്ക്കാണെങ്കിൽ ഇവിടെ 2.5, 2.3 അങ്ങനെയൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ pH മീറ്റർ വഴിയിട്ട് സാധിക്കും. അപ്പോൾ നോക്കാം, വിനെഗറിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ആണെങ്കിൽ ഇവിടെ എന്താണ്, 7നേക്കാളും താഴെയാണ് അല്ലെ. 7നേക്കാളും താഴെയാകുമ്പോൾ 3 എന്ന് പറയുന്നത് എന്ത് കളറാണ് വരുന്നത്, റെഡ് കളർ അല്ലെ, റെഡ് കളർ. 7നേക്കാളും താഴെയാണ് 3. 7നേക്കാളും താഴെയാണെങ്കിൽ ആസിഡ് ആണോ ബേസിക് ആണോ, അസിഡിക് ഇൻ നേച്ചർ. ഇതുപോലെ കണ്ടുപിടിക്കാമല്ലോ. ദെൻ നെക്സ്റ്റ്
ലൈം വാട്ടർ 12.4 ആണ്. ഞാൻ പറഞ്ഞില്ലേ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ pH മീറ്റർ വെച്ച് pH വാല്യൂ കണ്ടുപിടിക്കാം. 12നും 13നും ഇടയ്ക്കാണ് ലൈം വാട്ടറിന്റെ pH വാല്യൂ വരുന്നത്. അപ്പൊ 12 എന്ന് പറയുമ്പോൾ 7നേക്കാളും മുകളിലാണ്. താണ്ടോ 12 എന്ത് കളറാണ്? ബ്ലൂ കളർ അല്ലേ? ഇവിടെ റെഡും ബ്ലൂവും, റെഡ് ഇങ്ങനെ ഫെയ്ഡ് ചെയ്ത് വന്ന് ഗ്രീനിഷ് യെല്ലോ അതൊക്കെ ആയിട്ട് ദെൻ ബ്ലൂ ആവുന്നു. അങ്ങനെ ഉള്ളൂ കേട്ടോ. കോമൺ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് റെഡും ബ്ലൂവും തന്നെയാണ് വരുന്നത്. ദെൻ ബ്ലൂ 7നേക്കാളും കൂടുതലാണ് 12.4. 7നേക്കാളും കൂടുതലാണെങ്കിൽ എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചർ. ദെൻ ഡയല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1 ആകുമ്പോൾ എന്ത് കളറാണ്? റെഡ് കളർ. 7നേക്കാളും വളരെ കുറവാണ് 1. അപ്പോൾ അത് ഹൈലി അസിഡിക് ആണ്, അസിഡിക് ഇൻ നേച്ചർ. ദെൻ വാട്ടർ ആണെങ്കിൽ ഒരു കളർ ചേഞ്ചും കാണിക്കില്ല. 7 ആണ്, ന്യൂട്രൽ ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ്, ആദ്യം മുതലേ ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ദെൻ വാഷിംഗ് സോഡ സൊല്യൂഷൻ, അലക്കുകാരം അല്ലെ? വാഷിംഗ് സോഡ 12 ആണ് pH വാല്യൂ. 12 എന്ന് പറയുമ്പോൾ അത് ബ്ലൂ ആകുമ്പോഴേ 7നേക്കാളും കൂടുതലാണ്. ദെൻ ബേസിക്. നെക്സ്റ്റ് അമോണിയ സൊല്യൂഷനും 11 ആണ് pH വാല്യൂ. 11 എന്ന് പറയുമ്പോൾ 7നേക്കാളും കൂടുതലാണ്, ബ്ലൂ കളറാണ്, ബേസിക് ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ് സൊല്യൂഷൻ 7 ആണ് അതിന്റെ pH വാല്യൂ. ഓൾമോസ്റ്റ് 6.5 സംതിങ് വരും കേട്ടോ. 7 ആണ് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിന് നോ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് സാധാരണ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. ദെൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും നോ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പോൾ 7 ആണ്, ന്യൂട്രൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ pH മീറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദ pH മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി pH ഓഫ് അക്യൂസ് സൊല്യൂഷൻസ്. അക്യൂസ് സൊല്യൂഷനിലെ pH വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ pH മീറ്റർ ഉപയോഗിക്കുന്നത്. എ pH മീറ്റർ മെഷേഴ്സ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ആൻഡ് കൺവേർട്സ് ഇറ്റ് ഇൻടു ഇറ്റ്സ് ഇക്വലന്റ് pH വാല്യൂ. The probe is the most important part of this equipment. It is a sensor attached to the end of the rod-like portion made of glass. The pH is measured by dipping the probe in the solution. അപ്പോൾ ഇതിനകത്ത് pH മീറ്റർ അതൊരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് ആണ്. ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഇതിന്റെ ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ സൊല്യൂഷൻ വെച്ചിട്ടാണ് അതിന്റെ pH നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ആക്യുറേറ്റ് ആയിട്ട് pH ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുന്ന ഒരു pH മീറ്റർ ആണ്. ഇത് എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിന്റെ pH അറിയാമെങ്കിൽ അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഓർക്കുവാണെങ്കിൽ അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് മനസ്സിലാക്കാമല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദിവസവും കുടിക്കുന്ന ചായ അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? ടീയുടെ pH വാല്യൂ എന്ന് പറയുന്നത് 4 to 6 ആണ്. 4 മുതൽ 6, 4നും 6നും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ അത് 7നേക്കാളും കുറവല്ലേ? അപ്പോൾ ടീ എന്ന് പറയുന്നത് അസിഡിക് ഇൻ നേച്ചർ ആണ്. അപ്പോൾ ഗ്രീൻ ടീ ആണെങ്കിൽ അതിന്റെ pH വരുന്നത് 7 to 10 ആണ്. 7നും 10നും ഇടയിൽ, അതായത് 7നേക്കാളും അല്പം കൂടി കൂടുതൽ. അതായത് അത് 7നേക്കാളും കൂടുതലാണെങ്കിൽ ആൽക്കലൈൻ നേച്ചർ ആണ്. ദെൻ നമ്മുടെ ബ്ലഡിലാണെങ്കിലോ pH എന്ന് പറയുന്നത് 7 to 8 ആണ്. 7 അതിന് 8നും ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ അത് 7ന് കൂടുതലായതുകൊണ്ട് ജസ്റ്റ് ആൽക്കലൈൻ നേച്ചർ ആണ്. ഇനി നമ്മുടെ സലൈവ, ഉമിനീരില്ലേ, നമ്മുടെ ഉമിനീര് സലൈവ 6നും 8നും ഇടയ്ക്കാണ് അതിന്റെ pH വരുന്നത്. അതായത് 6, 7, 8 അതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. അതായത് ആസിഡും ആൽക്കലിയും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന പോലെ. അതായത് 6.5നും 7.5നും ഇടയ്ക്കാണെങ്കിൽ ഹെൽത്തി പേഴ്സൺ ആണെന്ന് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ കഴിക്കുന്ന ചോറിനും അങ്ങനെ അറിയാൻ പറ്റുമോ ആസിഡാണോ ആൽക്കലിയാണോ? റൈസിലുമുണ്ട് pH 6 to 6.7, അതായത് 6നും 7നും ഇടയ്ക്കാണ് അതിന്റെ pH എന്ന് പറയുന്നത്. അതായത് 7നേക്കാളും താഴെ അസിഡിക് നേച്ചർ, ജസ്റ്റ് സ്ലൈറ്റ്ലി അസിഡിക് ഇൻ നേച്ചർ ആണ് റൈസ് എന്ന് പറയുന്നത്. ഇനി ടപ്പിയൊക്കെ ആണെങ്കിലോ, നമ്മൾ കഴിക്കുന്ന കപ്പ അതാണെങ്കിൽ 4 to 5, 4നും 5നും ഇടയ്ക്ക്, അതായത് 7ൽ താഴെയാണ്, അതും അസിഡിക് ആണ്. ആ കപ്പയിൽ ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്, ഏതാണെന്നറിയോ? പ്രൂസിക് ആസിഡ്, ഹൈഡ്രോസയാനിക് ആസിഡ്. ദെൻ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഐസ്ക്രീമിൽ അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? അതിൽ ചേർക്കുന്ന സബ്സ്റ്റൻസിന്റെ ഇതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ എന്നാലും കോമൺ ആയിട്ട്
ഒരു 6 to 7 ആണ് ഐസ്ക്രീമിന്റെ പി എച്ച് എന്ന് പറയുന്നത്, 6നും 7നും ഇടയ്ക്ക്. അതായത് സ്ലൈറ്റ്ലി അസിഡിക് ഇൻ നേച്ചർ ആണ്. ദെൻ ചോക്ലേറ്റിലാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ 6 ആണ് അതിന്റെ പി എച്ച് എന്ന് പറയുന്നത്. അതായത് 7ന് താഴെയാണ്, അസിഡിക് നേച്ചർ ആണ്. ചോക്ലേറ്റിൽ ഒരു ആസിഡ് അടങ്ങിയിട്ടുണ്ട്, ഏതാണെന്നറിയോ? ഓക്സാലിക് ആസിഡ്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിക്കാനുള്ളതല്ല, നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഏത് സാധനമായാലും ഏത് സബ്സ്റ്റൻസ് ആയാലും അതിന്റെ പി എച്ച് അറിയാമെങ്കിൽ നമുക്ക് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Is it the acidic nature or basic nature that increases with an increase in pH value? അപ്പോൾ പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്തോറും അസിഡിക് നേച്ചർ ആണോ ബേസിക് നേച്ചർ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7നേക്കാളും കൂടുതലാണെങ്കിൽ ബേസ് ആണ്, 7നേക്കാളും കുറവാണെങ്കിൽ അസിഡിക് ആണ്. അപ്പോൾ പി എച്ച് വാല്യൂ കൂടുതലാണെങ്കിൽ എന്ത് നേച്ചറാണ്? ബേസിക് നേച്ചർ. Does the amount of H plus ions increase or decrease with an increase in the pH value? അപ്പോൾ പി എച്ച് വാല്യൂ കൂടുന്തോറും എച്ച് പ്ലസ് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണോ? എമൗണ്ട് ഓഫ് എച്ച് പ്ലസ് അയോൺസിന്റെ അളവ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കിട്ടും. പി എച്ച് വാല്യൂ കൂടുക എന്ന് പറഞ്ഞാൽ 0 to 14 വരെ ഉണ്ട്, ഓർക്കുക. ദെൻ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. നമ്മൾ പഠിച്ചു ആസിഡ് ആണെങ്കിൽ എച്ച് പ്ലസ് അയോൺസ് സൊല്യൂഷനിൽ കൂടുതലാണ്, എച്ച് പ്ലസ് അയോൺസ് കൂടുതലാണ്. നമ്മളിവിടെ പി എച്ചിന്റെ കാര്യത്തിൽ പഠിച്ചത് 7 ന്യൂട്രൽ ആണ്, 7ൽ കൂടുതലാണെങ്കിൽ ബേസിക്, 7ൽ കുറവാണെങ്കിൽ അസിഡിക്. അപ്പോൾ പി എച്ച് വാല്യൂ കുറയുന്തോറുമാണ് അത് ആസിഡ്, പി എച്ച് വാല്യൂ കൂടുന്തോറും ബേസിക് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പി എച്ച് വാല്യൂ കൂടുതലാണ്. ഡസ് ദ എമൗണ്ട് ഓഫ് എച്ച് പ്ലസ് അയോൺസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ പി എച്ച് വാല്യൂ? അപ്പോൾ പി എച്ച് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്തോറും അസിഡിക് നേച്ചർ കുറയോ കൂടുവോ? കുറയും അല്ലെ, അസിഡിക് നേച്ചർ കുറയും. അപ്പോൾ എച്ച് പ്ലസ് അയോൺസ് എന്ന് പറയുന്നത് ഡിക്രീസസ്. ദ പി എച്ച് ഓഫ് സോയിൽ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഫോർ ക്രോപ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സോയിലിന്റെ പി എച്ച് എന്ന് പറയുന്നത് ക്രോപ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. It is important to identify whether the soil of a region is suitable for a particular crop. Acidic soil is suitable for some crops while basic soil for a few others. അപ്പോൾ ചില വിളകൾക്ക്, ചില ക്രോപ്സിന് അസിഡിക് സോയിലാണ് സ്യൂട്ട് ആവുന്നതെങ്കിൽ ചില ക്രോപ്സിന് ബേസിക് സോയിലാണ് സ്യൂട്ട് ആവുന്നത്. Is it now clear that it is better to determine the pH of soil before farming? അതുകൊണ്ടാണ് ഈ ഫാമേഴ്സ് കൃഷി ചെയ്യുന്നതിന് മുൻപ് സോയിലിന്റെ നേച്ചർ നോക്കുന്നത്. അത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നോക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇന്നാൾ കണ്ടു അസിഡിക് നേച്ചർ ആണെങ്കിൽ അതിൽ കുമ്മായം ചേർക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സ്ട്രാ റീഡിങ്ങിന് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആൻഡ് പി എച്ച് വാല്യൂ. അപ്പോൾ സോയിലിന്റെ നേച്ചർ എന്ന് പറയുന്നത് ക്രോപ്സിന് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് എല്ലായിടത്തും സെയിം ആയിരിക്കില്ല. ദ നേച്ചർ ഓഫ് സോയിൽ ഈസ് നോട്ട് ദ സെയിം എവരിവെയർ ഓൺ ദി എർത്ത് സർഫസ്. അപ്പൊ നമ്മുടെ എർത്തില് എല്ലായിടത്തും സോയിലിന്റെ നേച്ചർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല, അത് പല കാരണങ്ങളാൽ വ്യത്യാസപ്പെടാം. ദ വെദർ അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ്, ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദ നേച്ചർ ഓഫ് സോയിൽ ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ക്രോപ്സ്. അപ്പോൾ ഈ ക്രോപ്സിന്റെ വളർച്ചയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സോയിലിന്റെ നേച്ചർ, അസിഡിക് ആണോ ബേസിക് ആണോ എന്നുള്ളത്. യൂഷ്വലി സോയിൽ ഹാവിംഗ് ദ പി എച്ച് ഇൻ ദ റേഞ്ച് 6.5 to 7.2. അപ്പോൾ 6നും 7നും ഇടയ്ക്കാണ് സാധാരണയായിട്ട് മണ്ണിന്റെ പി എച്ച് വരുന്നത്. 6.5നും 7.2നും, അതായത് സ്ലൈറ്റ്ലി അസിഡിക്കുമാണ്, സ്ലൈറ്റ്ലി ആൽക്കലൈൻ നേച്ചറുമാണ് മണ്ണ്. പക്ഷെ ഇത് എല്ലാ ക്രോപ്സിനും സ്യൂട്ട് ആവില്ല ഈ റേഞ്ച്. അപ്പോൾ എ പി എച്ച് ഓഫ് 7 to 8 ഈസ് സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് ലൈക്ക് ക്യാരറ്റ്, ക്യാബേജ് എറ്റ്സെട്ര. അപ്പോൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ കൃഷി ചെയ്യുന്നതിന് പി എച്ച് 7 to 8 ആണ് നല്ലത്. നല്ല മണ്ണ്, അതിലാകുമ്പോൾ നല്ല ക്രോപ്സ് കിട്ടും, നന്നായിട്ടത് വളർന്നു കിട്ടും. ദെൻ സോയിൽ പി എച്ച് വാല്യൂ അബൌട്ട് 5 ആണെങ്കിൽ സ്യൂട്ടബിൾ ഫോർ ക്രോപ്സ് ലൈക്ക് പൊട്ടാറ്റോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ കൃഷി ചെയ്യുന്നതിന് പി എച്ച് വാല്യൂ 5 ആണെങ്കിൽ അത് നല്ലതായിരിക്കും, സ്യൂട്ടായിരിക്കും. മണ്ണിന്റെ പി എച്ച് വാല്യൂ 5 ആണെങ്കിൽ. അപ്പോൾ അതുപോലെ ഓരോ വിളകൾക്കും പർട്ടിക്കുലർ ആയിട്ട് പി എച്ച് ഉള്ള മണ്ണാണ് നല്ലത്. അപ്പൊ അതറിയാമെങ്കിൽ അസിഡിക് നേച്ചർ കൂടുതലാണെങ്കിൽ, മണ്ണിന് അസിഡിക് നേച്ചർ കൂടുതലാണെങ്കിൽ അതിനെ ബേസിക് ആക്കാൻ നോക്കും, ബേസിക് നേച്ചർ കൂടുതലാണെങ്കിൽ അതിനെ കുറച്ച് അസിഡിക് ആക്കാൻ നോക്കും. അപ്പോൾ കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടുന്നതിന് മണ്ണിന്റെ പി എച്ച് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് പി എച്ച് വാല്യൂവിനെ കുറിച്ചാണ്. അപ്പോൾ അത് ഒരു എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടു.
ദെൻ എങ്ങനെയാണ് പി എച്ച് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി ഒരു സബ്സ്റ്റൻസിന്റെ ഏത് സബ്സ്റ്റൻസിന്റെയും പി എച്ച് വാല്യൂ കിട്ടിയാൽ നമുക്കത് ആസിഡ് ആണോ ആൽക്കലൈൻ നേച്ചർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പഠിച്ചു. അപ്പോൾ ഇത് ക്ലിയർ ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സോൾട്സിനെ കുറിച്ചാണ്. ലാസ്റ്റ് പോർഷൻ സോൾട്സിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്